വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. വെള്ളാഞ്ചേരി സ്വദേശി രാജുവാണ് മരിച്ചത്. ജനവാസ മേഖലയിലിറങ്ങിയ ഒറ്റയാനെ തുരത്തുന്നതിനിടെ ആനയുടെ മുന്നിൽപ്പെടുകയായിരുന്നു. സംഭവത്തിൽ മാനന്തവാടി മെഡിക്കൽ കോളേജ് പരിസരത്ത് CPIM പ്രതിഷേധിക്കുകയാണ്. അധികൃതർ എത്താതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. പ്രതികരണം. ഈ വിഷയം പരിഹരിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെയുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഇതിനാവശ്യമായ നഷ്ടപരിഹാരവും ഉൾപ്പെടെ മേലിത്തരത്തിലുള്ള കാട്ടാന ശല്യം കൊണ്ട് ഇരുനെല്ലി പ്രദേശത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇത് പരിഹരിക്കണമെന്നാണ് പറയാനുള്ളത്. ഇത് പരിഹരിച്ചിട്ടില്ല എങ്കിൽ തുടർന്ന് അങ്ങോട്ട് വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടാകും. അത് പരിഹരിക്കപ്പെടേണ്ടത് ബന്ധപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇടപെട്ട് ആ കുടുംബത്തിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നു കാളിദാസൻ ദേവദത്തം. കാളിദാസൻ, വളരെ ദാരുണമായ സംഭവമാണ്. ജനവാസ മേഖലയിലിറങ്ങിയ ഒറ്റയാനെ തുരത്തുന്നതിനിടയിൽ ഒരു മനുഷ്യജീവൻ നഷ്ടമായിരിക്കുകയാണ്. ഇതൊക്കെയാണ് വിശദാംശങ്ങൾ. അതുതന്നെയാണ് ദിലീപ് കുമാർ. രാവിലെയോടെയാണ് ഇത്തരത്തിലൊരു ഒറ്റയാൻ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. വെള്ളാഞ്ചേരി മേഖലയിലാണ് ഇറങ്ങിയത്. ആനയുടെ മുന്നിൽപ്പെട്ട തോട്ടം തൊഴിലാളിയാണ് ആന ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. വാരിയലിനും അംഗീകാരങ്ങൾക്കുമൊക്കെ ഗുരുതരമായ തകരാറുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഉച്ചയോടെയാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് നമുക്ക് നമ്മുടെ ദൃശ്യങ്ങൾ അവിടെ എത്തിക്കാണുമെന്നുള്ളതാണ് കരുതുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം മാനന്തവാടി മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരടക്കമുണ്ട്. CPM നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, മുദ്രാവാക്യം വിളികൾ, അധികാരികളെത്താതെ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. ജനവാസ മേഖലയിലിറങ്ങിയ ഒറ്റയാനെ തുരത്തുന്നതിനിടെ ആനയുടെ മുന്നിൽപ്പെട്ട വെള്ളാഞ്ചേരി സ്വദേശി രാജുവാണ് മരിച്ചത്. ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് പരിസരത്ത് CPIMന്റെ പ്രതിഷേധം നടക്കുകയാണ്. ആ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാളിദാസൻ ദേവദത്തം തുടരുന്നു വയനാട്ടിൽ നിന്ന്. കാളിദാസൻ, വലിയ പ്രതിഷേധം ഇപ്പോഴവിടെ നടക്കുകയാണ്. അധികൃതർ എത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള അനുരഞ്ജന നീക്കം അവിടെ നടക്കുന്നുണ്ടോ? ദിലീപ് കുമാർ, അധികൃതർ എനിക്ക് തോന്നുന്നു നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ശ്രമങ്ങൾ നടക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. അധികാരികൾ എത്താതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല, അധികാരികൾ കൃത്യമായൊരു മറുപടി പറയാതെ ഏറ്റുവാങ്ങില്ല എന്നുള്ളതും കൂടിയാണ് ഇപ്പോഴും പ്രതിഷേധക്കാർ. സമരത്തിന് മുമ്പിൽ എന്നയാളാണ് ഇപ്പോഴത്തെ MLA. 50 ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അഭിപ്രായം പറയട്ടെ. ഇപ്പൊ എന്താ അഭിപ്രായം എന്ന് പറയട്ടെ. ജനങ്ങളെല്ലാം ഒരുപോലെ തന്നെയല്ലേ? ജനങ്ങളെല്ലാം ഒരുപോലെയല്ലേ? നഷ്ടപരിഹാരം പറയട്ടെ, ഞങ്ങൾ മാറിത്തരാം. വനം വകുപ്പിന്റെ 5 ലക്ഷം കൊണ്ടൊന്നും മാറുന്ന പ്രശ്നമില്ല. വനം വകുപ്പിന്റെ 5 ലക്ഷം കൊണ്ട് പറയേ വേണ്ട. ആ വർത്തമാനം പറയണ്ട. ഇന്ന് കൊടുക്കണം, അത് കൊടുക്കണം. അത് തന്നെ, അത് സ്വാഭാവികമാണ് സാറേ. ഗവൺമെന്റ് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കട്ടെ. ഗവൺമെന്റിന്റെ കൂടി നഷ്ടപരിഹാരം എത്ര കൊടുക്കും അത് തീരുമാനം പറയണം. ഈ 5 ലക്ഷം സ്വാഭാവികമായിട്ട് വനം വകുപ്പ് കൊടുക്കുന്ന പൈസയാ. അത് തീരുമാനമാക്കാൻ വേറെ ആരും വേണ്ട. 14 ലക്ഷം അല്ല, ഗവൺമെന്റ് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം. ഗവൺമെന്റ് നഷ്ടപരിഹാരം വെക്കണോ? ഇതിന് മുമ്പവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഡിപ്പാർട്ട്മെന്റിന് 5 ലക്ഷം കൊണ്ട് മാറ്റാൻ പറ്റില്ല. ആശുപത്രിക്ക് ജോലി കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ. അങ്ങനെ ഒരു അനുഭവമുള്ള നമ്മുടെ ഇത്. പിന്നെന്താ ഇവിടെ വന്ന് ആരും തിരിഞ്ഞു നോക്കാത്തെ? വലിയ പ്രതിഷേധമാണ് വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജ് പരിസരത്ത് ഇപ്പോൾ നടക്കുന്നത്. CPIM നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. അതായത്, സർക്കാർ നഷ്ടപരിഹാരം നൽകണം. കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളെയാണ്, രാജു എന്ന ആളെയാണ് ഇന്ന് രാവിലെ കാട്ടാന കുത്തിക്കൊന്നത്. നഷ്ടപരിഹാരം നൽകണം. വനം വകുപ്പ് സ്വാഭാവികമായി നൽകുന്നതാണ്. ഇത്തരം ആക്രമണം ഉണ്ടാകുമ്പോൾ 5 ലക്ഷം രൂപ അത് പോരാ. സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം എന്നതാണ് ഒരാവശ്യം. മറ്റൊന്ന്, ആശ്രിതർക്ക് ജോലി നൽകണം എന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ MLA അടക്കമുള്ളവർ എത്തി
ഉറപ്പുകൾ നൽകണം എന്ന ആവശ്യമാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. വളരെ ദാരുണമായ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ രാജുവിനെ ഇന്ന് രാവിലെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രാജുവിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.